കായ മെഴുക്ക് വെറ്റി ഉണ്ടാക്കാം കേട്ടോ. ഞാൻ 1/2 കിലോ കായ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിന് ഇതുപോലെ നമുക്ക് ഇവിടെ ഇങ്ങനെ സെൻറ്റർ ഇതുപോലെ തൊണ്ട് ഫുള്ളായിട്ട് നമുക്ക് കളയണ്ട. മെഴുക്ക് വെറ്റിക്ക് സൈഡ് ഇതുപോലെ അടിച്ചൊക്കെ ഇതുപോലെ ഇങ്ങനെ പൊന്തിക്കുന്നത് ഇങ്ങനെ കളയും. കൈമ അല്പം വെളിച്ചെണ്ണ തൂത്തിട്ട് ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് കൈമ കറിയാവില്ല. അതിൻ്റെ കണ്ടല്ലോ, അത് ഇതുപോലെ കളയും. ഇത് വെള്ളത്തിലിട്ടിടാം. വെള്ളത്തിലേക്ക് ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ പശ ചെയ്ത് കറിയൊക്കെ അവിടെ പൊക്കോളും. അതിനാണ് വെള്ളത്തിലേക്ക് ഇടുന്നത് കേട്ടോ. നമുക്ക് അരിഞ്ഞ് ഇതിലേക്ക് വെള്ളത്തിലേക്ക് ഇടാം. അതുപോലെ കട്ട് ചെയ്യാം. കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്യാം. ഇത് എന്നിട്ട് 3 പീസാക്കത് ഇതുപോലെ ഉണ്ടോ. അല്പം കനത്തിൽ എന്ന് വെച്ചാൽ ഒരുപാട് കനമല്ല, ഇതേ കനത്തിൽ കേട്ടോ. നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. കായ ഇതുപോലെ ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ആ കുക്കറിലേക്ക് ഒരു 2 അതിൽ വേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം വേപ്പിലിടാം. നമുക്ക് വേപ്പിലിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആ കായ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 2-3 പേര് മെസ്സേജ്, ഒരു 5-6 പേര് മെസ്സേജ് വെച്ചിട്ടുണ്ട് എങ്ങനെ കായ വെച്ചെന്നുള്ളത്. ഞാൻ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് യൂട്യൂബിൽ. ചിലവർക്കത് മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നത്. അതുകൊണ്ട് ഒന്നുകൂടി ഇത് കാണിക്കണം കേട്ടോ. ഞാൻ 1/2 കിലോ കായ എടുത്തിരിക്കുക കേട്ടോ. വലിയ കായയാണെങ്കിൽ മാത്രം 3 ആക്കി പൊളിക്കുക, അല്ലെങ്കിൽ 2 ആക്കി പൊളിക്കുക കേട്ടോ. ഇപ്പോൾ കായെല്ലാം നമ്മളതിലേക്ക് കഴുകിയിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. 1/2 സ്പൂണിനും കുറവിട്ടാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണ് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. കൂടുതലായാലും എന്താണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1/2 സ്പൂണ് ഉപ്പോട്ട് ഇട്ടിട്ടുള്ളൂ. നമുക്ക് അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് വെളിച്ചെണ്ണ മതി. അപ്പോൾ കണ്ടല്ലോ, ഞാൻ ഈ ഗ്ലാസ്സിലാണ് ഇടുന്നത്. 1/2 ഗ്ലാസ് വെള്ളം ഇല്ല, ഇത്രയൊന്നും ഒഴിക്കുന്നില്ല. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. ഒരുപാട് ഒഴിക്കണം. നമ്മൾ കുക്കറിലല്ലേ വയ്ക്കണേ. ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വറ്റിക്കാൻ കണ്ടോ. 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. 1/2 ഗ്ലാസ് എടുത്തത് അപ്പോൾ അതിൻ്റെ പകുതി ഒഴിച്ചിട്ടുള്ളൂ. നമ്മൾ കുക്കർ അടയ്ക്കുക. ഒറ്റ വിസിൽ മാത്രം കേട്ടോ. ഒറ്റ വിസിൽ കേൾക്കുമ്പോൾ തന്നെ ഓഫ് ചെയ്യും. കണ്ടല്ലോ, നമുക്ക് ഈ കായ വിസിൽ കേൾക്കുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചെടുക്കണം. ഇത് ചെറിയ ചെറിയ ചുവന്നുള്ളി ആയതുകൊണ്ട് ഒരു 5-6 എടുത്തിട്ടുണ്ട്. 2 എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 6 അല്ലി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചതച്ചെടുക്കാം. ചെറിയ ഉള്ളിയാണ് കേട്ടോ, അതുകൊണ്ട് എടുത്തിട്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പം നമ്മുടെ നേരത്തെ പോയിട്ടുണ്ട്. നമ്മൾ കുക്കർ തുറന്നു. വേണ്ട വെള്ളമൊന്നും കറക്റ്റ് വെള്ളമാണ് വേണ്ടത്. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഒറ്റ വിസിൽ അടിച്ചാൽ മതി. നമ്മൾ കഴുകി വാരിയിട്ട് പിന്നെ ഞാൻ ആ ഗ്ലാസ് കാണിച്ചിട്ട് അതിൽ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പടിയിലൊന്നും പിടിച്ചിട്ടില്ല. ഞാൻ ചീഞ്ചട്ടി അതിനടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ചൂടാക്കിയിട്ടത്. അത് ചൂടായി നമുക്ക് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ഇച്ചിരി ഉള്ളി കൂടുതലിടണം ഒഴിക്കുമ്പോൾ, എന്നാലാണ് അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാനിപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവണം. നമ്മൾ അടപ്പത്തിൽ വെച്ച് കുക്കർ അടിച്ച് വിസിൽ കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇളക്കണേക്കാൾ മുമ്പ് ഒന്ന് വറ്റിക്കുക. ഒന്ന് സ്റ്റവ് ഓണാക്കിയിട്ട് ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇളക്കണേക്കാൾ മുമ്പ് വരിട്ട് എന്നിട്ട് ഇളക്കിയിട്ട് വറ്റിക്കരുത് വെച്ചാൽ അപ്പോൾ കുഴഞ്ഞു പോകും. അങ്ങനെ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ എനിക്ക് കറക്റ്റ് വെള്ളമായിരുന്നു, അതുകൊണ്ട് പിന്നെ വറ്റിക്കിട്ട് വന്നില്ല. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അതിലേക്ക് കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ചതച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങോട്ട് ചതഞ്ഞ് ഇതായി പോയത് ഒന്ന് ഇതുപോലെ ചതച്ചെടുത്താൽ മതി കേട്ടോ. ഫൈനായിട്ടാണ് ചതയരുത്. ഉണ്ട് ഇതുപോലെ. അപ്പോൾ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒരുമിച്ച് ഇടണം കേട്ടോ. നമുക്ക് അതിലേക്ക് 2 വേപ്പിലിട്ട് കൊടുക്കും. ഞാൻ ഉള്ളി ഒന്ന് മൂത്ത് വരണം. ഒരു ഗോൾഡൻ കളറാണ്.
ഇപ്പം കണ്ടല്ലോ നമ്മളിത് ഗോൾഡൻ കളറായിട്ട് ഒരുപാട് കരിഞ്ഞു പോകാൻ നിൽക്കരുത്. ഈ കളറാകുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കും. ഞാൻ 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി ഇടുന്നു കേട്ടോ. ഇനി അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആയിടാം. ഉപ്പ് ഇവിടെ പാകമായിരുന്നു. സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. റെഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ കായ മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ.